ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നല്ല ന്യൂട്രീഷ്യസ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള കുക്കീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ആൽമണ്ട്, കാഷ്യൂ നട്ട്സ്, റൈസിൻസ്, വാൾനട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു ചോപ്പറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈഡ് ആയിട്ടുള്ള ഡേറ്റ്സ് ചേർക്കാം. ഡേറ്റ്സ് നല്ല ഡ്രൈ ആയതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഡേറ്റ്സ് സോക്ക് ചെയ്തിട്ടാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിതിനെ ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ക്രഷ് ചെയ്തെല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഫ്ലാക്സ് സീഡ് എടുക്കണം. ഫ്ലാക്സ് സീഡ് മിക്സിയുടെ ചെറിയ ബൗളിൽ 1/2 കപ്പ് എടുത്തിട്ട് അത് പൊടിച്ച് മാറ്റി വെക്കുക. ഇനി നമുക്ക് കുക്കീസ് തയ്യാറാക്കാനായിട്ടുള്ള ഐറ്റംസൊക്കെ മിക്സ് ചെയ്യാനായിട്ടുള്ള ബൗൾ എടുക്കാം. അതിലേക്ക് ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്ന 100 ഗ്രാം ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ബീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇടയ്ക്കൊരു കുഞ്ഞു കൈ കാണുന്നുണ്ടല്ലോ അല്ലേ. അതെൻ്റെ മോന് ഞാൻ കുക്കീസ് ഉണ്ടാക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവനും ഇടയ്ക്ക് വന്നിട്ട് ഇതിലെല്ലാം ഇങ്ങനെ കൈ കടത്തണം. അപ്പോൾ അവനെ കൊണ്ടുകൂടി ഇടയ്ക്ക് ബീറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. 1 മിനിറ്റ് വരെ നമുക്ക് ബട്ടർ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ പൗഡേർഡ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. പൗഡേർഡ് ഷുഗർ തന്നെ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ആക്ച്വലി കുട്ടികൾക്ക് കൊടുക്കുന്നതാകുമ്പോൾ നമുക്ക് ജാഗരി പൗഡറോ അല്ലെങ്കിൽ പനങ്കൽക്കണ്ടം പൊടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചേർക്കാം. ഞാനിതിൽ ചോക്ലേറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ അതിന് മധുരം വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബട്ടറും പൗഡേർഡ് ഷുഗറും കൂടി നന്നായിട്ട് നമുക്ക് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 150 ഗ്രാമോളം വരുന്ന ഒരു ഡാർക്ക് ചോക്ലേറ്റ് ബാറാണ് എടുത്തിരുന്നത്. അത് ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് പുറത്ത് കുറച്ച് നേരം അത് ഫ്രീസറിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമ്മളത് ക്രഷ് ചെയ്തു. പിന്നെ കുറച്ച് നേരം പുറത്ത് വെച്ചിരുന്നതുകൊണ്ട് ഇങ്ങനെ ഇപ്പം മെൽറ്റ് ആയതാണ്. അപ്പോൾ നമുക്കിതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ പെട്ടെന്ന് ഈ പണിയൊന്നും തീർക്കാമെന്ന് വിചാരിച്ച ഈ കുഞ്ഞു കൈ സമ്മതിക്കില്ല കേട്ടോ. ആളെ ചോക്ലേറ്റ് കൈയിട്ട് കയ്യിൽ ഫുൾ അഴുക്കായി, പിന്നെ പോയി കൈ കഴുകി, പിന്നെ ആ നനഞ്ഞ കൈയോട് കൂടി വീണ്ടും വന്ന് മിക്സ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഞാൻ വഴക്ക് പറഞ്ഞിട്ട് പിന്നെ പോയി കൈയൊക്കെ തുടച്ചിട്ട് വീണ്ടും ആൾ മിക്സ് ചെയ്യാനായിട്ട് വന്നു. അങ്ങനെ മിക്സ് ചെയ്യാൻ നിന്നു. ഞാൻ വഴക്ക് പറയാനൊന്നും പോയില്ല. കുട്ടികൾക്ക് ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. കിച്ചണിൽ ബേക്ക് ചെയ്യുന്നതും പാൻ കേക്ക് ഉണ്ടാക്കുന്നതും കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ അവന് കാണാനും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനെ ഞാൻ ഓടിച്ചു വിടാനൊന്നും പോയില്ല. കുറച്ച് നേരം അവന് നിന്ന് ഇളക്കി തന്നിട്ട് ഒരു സൈഡിൽ നിന്ന് മാറി നിന്ന് ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കി കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബട്ടറും ചോക്ലേറ്റും ഒക്കെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഡ്രൈഡ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, ഇതൊരു ന്യൂട്രീഷ്യസ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള കുക്കീസ് ആണെന്നുള്ളത്. നമ്മൾ സാധാരണ കുക്കീസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ വീറ്റ് ഫ്ലോർ അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് ഫ്ലോർ ആയിരിക്കുമല്ലോ എടുക്കുന്നത്. ഞാനിവിടെ മെയിനായിട്ടും എടുത്തിരിക്കുന്നത് റാഗി ഫ്ലോറാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള, നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള റാഗി പൗഡറാണിത്. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് റാഗി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വൈറ്റ് ഫ്ലോറും 1 ടീസ്പൂൺ വീറ്റ് ഫ്ലോറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രൈഡ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വീഡിയോ എടുത്തപ്പോൾ കാണിക്കാൻ വിട്ടുപോയതാണ്. നമ്മൾ ഡ്രൈഡ് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന കൂട്ടത്തിൽ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കണം. എന്നാലേ നമുക്ക് ടേസ്റ്റ്, കുക്കീസിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തത് ഫ്ലാക്സ് സീഡ് പൊടിച്ചതാണ്. ഇതൊരു 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഫ്ലാക്സ് സീഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റൊക്കെ ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഫുഡാണ് കേട്ടോ. ഈ റാഗിയൊക്കെ നമ്മൾ കുട്ടികൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് കുറുക്കാക്കിയൊക്കെ കൊടുത്താൽ അവർ എങ്ങനെയൊക്കെ അവരുടെ വയറ്റിൽ ചെല്ലുമായിരുന്നു. അവർ വലുതാകും തോറും കുറുക്കാക്കി കൊടുത്തോ പുട്ടോ അല്ലെങ്കിൽ ദോശയൊക്കെ ആയിട്ടൊക്കെ കൊടുത്താലൊന്നും അവർ മൈൻഡ് പോലും ചെയ്യൂല. അപ്പോൾ ഞാൻ ഓർത്ത് ഇതുപോലെ ചോക്ലേറ്റൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണല്ലോ. അപ്പോൾ ചോക്ലേറ്റൊക്കെ ആഡ് ചെയ്യുന്ന കാണുമ്പം ഈ റാഗിയൊക്കെ ഇടുന്നതൊക്കെ അങ്ങ് മറക്കും, ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അവർ കുക്കീസിൻ്റെ ടേസ്റ്റ് കൊണ്ട് അവരത് കഴിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൂട്ട് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റാഗി പൗഡറൊക്കെ വെച്ചിട്ട് കുക്കീസ് ഉണ്ടാക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഡേറ്റ്സും നട്ട്സും കൂടി ഇതിലേക്ക് ചേർക്കാം. അതിലേക്ക് 2 സ്പൂൺ ഇളം ചൂടുള്ള പാൽ കൂടി ഒഴിച്ചെടുക്കുക. ചൂട് വേണമെന്നില്ല, റൂം ടെമ്പറേച്ചറിലുള്ള പാലായാലും മതി. അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി വിസ്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു
സ്പാച്ചിലയോ അല്ലെങ്കിൽ കൈകൊണ്ട് വെച്ചിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ടത് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്കിതിനെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത് നല്ല ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് കുക്കീസിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ ഈ കുക്കീസ് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എയർ ഫ്രയർ ഇല്ലാത്തവർക്ക് ഓവനോ അല്ലെങ്കിൽ നമുക്കൊരു ഫ്രൈ പാനിൽ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കുക്കീസിൻ്റെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം ടോപ്പിങ്സിനായിട്ട് ചോക്കോ ചിപ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇതുപോലെ ഒരു ഓയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുക്കീസ് വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ വന്നിട്ട് എയർ ഫ്രയർ തുറന്ന് നോക്കി. ഇത് ബേക്ക് ആയോന്ന് അറിയാനായിട്ട് കുക്കീസിൻ്റെ സൈഡിലൊക്കെ കണ്ടോ നല്ല ഡാർക്ക് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്തെടുത്താൽ ഉടനെ തന്നെ കഴിക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. ഒരു ദിവസം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചതിന് ശേഷം കഴിച്ച് നോക്കുക. വളരെ ടേസ്റ്റാണ്. വലിയവർക്കും കഴിക്കാം, കൊച്ചു കുട്ടികൾക്കും കഴിക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള റാഗി നട്ട്സ് കുക്കീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.